ലിവർ സിറോസിസ് ഉള്ള രോഗികളിൽ ഇപ്പോൾ വളരെ ഫലപ്രദമായ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് ലഭ്യമാണ്. ലിവർ സിറോസിസിൻ്റെ കാരണം എന്താണോ ആ കാരണം ഐഡൻറ്റിഫൈ ചെയ്ത് പ്രാരംഭഘട്ടത്തിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്തു കഴിഞ്ഞാൽ ലിവർ സിറോസിസിൻ്റെ രോഗം അഡ്വാൻസ് ചെയ്യുന്നത് ഒരു പരിധി വരെ നമുക്ക് തടയാൻ സാധിക്കും. അമിതമായി മദ്യം ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ അത് പൂർണ്ണമായും വർജിക്കുക. വൈറൽ ഹെപ്പറ്റൈറ്റിസ് ബി, വൈറൽ ഹെപ്പറ്റൈറ്റിസ് സി എന്നിവ ചികിത്സിക്കുക. ഫാറ്റി ലിവറുള്ള ആളുകൾ അമിതമായ വണ്ണം കുറയ്ക്കുക. അതുപോലെ അനുബന്ധമായ ഡയബറ്റിസ്, ബ്ലഡ് പ്രഷർ, കൊളസ്ട്രോൾ ഇതെല്ലാം കൺട്രോൾ വയ്ക്കുക. ഇതെല്ലാം അത്യന്താപേക്ഷിതമാണ്. അതുപോലെ ലിവർ സിറോസിസ് ഉള്ള രോഗികളുടെ കോംപ്ലിക്കേഷൻസ് ഐഡൻറ്റിഫൈ ചെയ്ത് അത് യഥാസമയം ട്രീറ്റ്മെൻറ്റ് ചെയ്യുക എന്നതും അത്യാവശ്യമാണ്. വൈറൽ നീര് വരിക, വൈറൽ ഫ്ലൂയിഡിൽ ഇൻഫെക്ഷൻ വരിക, മയക്കം അതായത് ഹെപ്പാറ്റിക് എൻകെഫലോപ്പതി, കിഡ്നിയെ ബാധിക്കുന്ന അസുഖം ഹെപ്പറ്റോറീനൽ സിൻഡ്രോം ഇതെല്ലാം അതിൻ്റേതായ സമയത്ത് റൈറ്റ് ടൈമിൽ ഡയഗ്നോസ് ചെയ്ത് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത് അത്യാവശ്യമാണ്. ലിവർ സിറോസിസ് രോഗികളിൽ അത്യാവശ്യമായി എടുക്കേണ്ട ചില വാക്സിൻസ് ഉണ്ട്. അവർ ഉപയോഗിക്കേണ്ട ഫ്ലൂയിഡിൻ്റെ അളവ്, സോൾട്ട് അതായത് ഉപ്പിൻ്റെ അളവ്, ഉപയോഗിക്കേണ്ടത് പ്രോട്ടീൻ്റെ അളവ് ഇതെല്ലാം ഡോക്ടറുടെ നിർദ്ദേശമനുസരിച്ച് എടുക്കുക. അതുപോലെ ഓർമ്മിക്കേണ്ട ഒരു കാര്യമാണ് എല്ലാ ലിവർ സിറോസിസ് രോഗികളും എവറി 6 months കൂടുമ്പോൾ അൾട്രാസൗണ്ട് സ്കാനും ആൽഫ ഫീറ്റോപ്രോട്ടീൻ എന്ന ബ്ലഡ് ടെസ്റ്റും ചെയ്യുക എന്നുള്ളത്.